മാരി സെൽവരാജിന്റെ സിനിമകളെക്കുറിച്ച് പൊതുവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്യാൻവാസ് ചെറുതാകുമ്പോൾ പുള്ളിയുടെ ക്രാഫ്റ്റ് കൂടുതൽ മെച്ചപ്പെടുന്നത് പോലെയാണ്. അത്തരത്തിലുള്ള സിനിമകൾക്ക് കുറച്ചുകൂടി ഒരു ലാസ്റ്റിംഗ് ഇമ്പാക്ട് നമ്മളിൽ സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ട്. മാരി സെൽവരാജ് ചെയ്തിട്ടുള്ള ഏറെക്കുറെ എല്ലാ സിനിമകളും നല്ലതെന്ന് പറയാവുന്നതാണെങ്കിലും വ്യക്തിപരമായിട്ട് എനിക്ക് പ്രിയപ്പെട്ട സിനിമകൾ അദ്ദേഹം ആദ്യം ചെയ്ത പരിയേറും പെരുമാളും പിന്നെ ഏറ്റവും അവസാനം ചെയ്ത വാഴയുമാണ്. ആ കഥകൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ വിഷ്വലുകൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും തീവ്രമായിട്ട് അവതരിപ്പിക്കാൻ മാരി സെൽവരാജിന് സാധിച്ചിട്ടുണ്ട്. ജാതീയ വിവേചനങ്ങൾക്കെതിരെ തന്റെ സിനിമകളിലൂടെ സംസാരിക്കുന്ന മാരി സെൽവരാജ് ഇത്തവണയും അതുതന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ പശ്ചാത്തലം ഇവിടെ കബഡിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ബൈസൺ രാഷ്ട്രീയം ഡയലോഗുകളിലൂടെ കൂടുതലായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു വലിയ ക്യാൻവാസിലുള്ള സ്പോർട്സ് ഡ്രാമയാണ്. 90കളിലാണ് കഥ നടക്കുന്നത്. നമ്മുടെ നായകനായിട്ടുള്ള കിട്ടൻ കബഡി കളിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള ആളാണ്. കിട്ടന്റെ അച്ഛനായിട്ടുള്ള വേലുസ്വാമിയും കബഡിയെ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയാണ്. പക്ഷെ വേലുസ്വാമി ആരാധിച്ച കബഡി താരത്തിനുണ്ടായ അവസ്ഥ കണ്ടപ്പോൾ താഴ്ന്ന ജാതിയിലുള്ള ഒരാൾ കബഡി കളിക്കുക എന്ന സ്വപ്നം കാണുന്നത് അന്നത്തെ സമൂഹത്തിൽ അത്ര എളുപ്പമല്ല എന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. ഈ ഒരു കാരണം കൊണ്ട് നിരുത്സാഹപ്പെടുത്തുന്ന അച്ഛനും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളും ഒക്കെ തരണം ചെയ്ത് കിട്ടൻ ആഗ്രഹിച്ച നിലയിലേക്ക് എത്തുന്നതിന്റെ കഥയാണ് ബൈസൺ. അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കഥ പറച്ചിലൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഫ്ലാഷ് ബാക്ക് ട്രോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നായകൻ നേരിടുന്ന പല പല സ്ട്രഗിളുകളും മാരി സെൽവരാജ് നമുക്ക് കാണിച്ചു തരുന്നത്. സ്കൂൾ കാലഘട്ടം തൊട്ട് ഇന്ത്യൻ ടീമിൽ എത്തുന്നത് വരെയുള്ള യാത്ര ആയതുകൊണ്ട് കിട്ടൻ നേരിട്ട പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കാനുള്ള ഒരു സ്കോപ്പ് സിനിമ സംവിധായകന് കൊടുക്കുന്നുണ്ട്. ഇതിലെ തിരക്കഥയെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഫിലോസഫി പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് വലിയ നേട്ടങ്ങളിലേക്ക് പോയാൽ സമാനമായ സാഹചര്യങ്ങളിലുള്ള ബാക്കിയുള്ളവർക്കും അതൊരു മോട്ടിവേഷൻ ആകും എന്ന കാര്യമാണ്. സമാനമായ ഐഡിയോളജി നമ്മൾ വെട്രിമാരന്റെ അസുരനിലും കേട്ടിട്ടുണ്ട്. ഒരു പ്രശ്നം മുന്നിലേക്ക് വന്നാൽ കുറെ റൗണ്ട് ഓടുക എന്നൊരു എസ്കേപ്പിംഗ് മെക്കാനിസം കിട്ടന് ഉള്ളതായിട്ട് സിനിമ കാണിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ അതിനെ അടിച്ചമർത്തപ്പെടുന്നവരുടെ ഒരു നാച്ചുറൽ റിയാക്ഷന്റെ മെറ്റഫോർ പോലെയാണ് സിനിമ കാണിക്കുന്നത്. സ്റ്റോറി ആർക്ക് നോക്കുകയാണെങ്കിൽ കാര്യമായ സർപ്രൈസുകളൊന്നുമില്ല. ക്ലബിന് വേണ്ടി കളിക്കുന്നു, ഡിസ്ട്രിക്റ്റിന് വേണ്ടി കളിക്കുന്നു, സ്റ്റേറ്റിന് വേണ്ടി കളിക്കുന്നു, അങ്ങനെ സ്വാഭാവികമായിട്ടും രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന പ്രോഗ്രഷൻ തന്നെയാണ് പ്രൊഫഷണൽ ലൈഫിൽ കിട്ടന് ഉള്ളത്. ഇതിലെ ഓരോ ഘട്ടത്തിലേക്കും പോകുമ്പോൾ ഓരോ തരത്തിലുള്ള പ്രതിസന്ധികൾ കിട്ടൻ നേരിടേണ്ടി വരുന്നു എന്ന രീതിയിലാണ് തിരക്കഥ ഡ്രാമ സെറ്റ് ചെയ്യുന്നത്. ഇതിന് സമാന്തരമായിട്ട് മറ്റൊരു ഗ്യാങ്സ്റ്റർ റൈവലറി ട്രാക്ക് മാരി സെൽവരാജ് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നായകൻ അതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് അല്ലെങ്കിലും ആ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് അയാളുടെ ജീവിതത്തിൽ ചില ഇമ്പാക്റ്റുകളുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ക്യാൻവാസ് ചെറുതാകുമ്പോൾ മാരി സെൽവരാജിന്റെ ബെസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അത്തരം സിനിമകളിൽ അദ്ദേഹത്തിന്റെ ഫ്രെയിമുകൾ കഥ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ബൈസണിലേക്ക് വരുമ്പോൾ ക്യാൻവാസ് വളരെയധികം വലുതാണ്. അതുകൊണ്ട് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം കുറച്ചുകൂടി ഒബ്വിയസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കഥയുടെ ഒരു വിശാലമായിട്ടുള്ള സ്വഭാവം കാരണം പല ട്രാക്കുകൾക്കും അവ അർഹിക്കുന്ന ഒരു സമയം കൊടുക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു ട്രാക്കായിരുന്നു കിട്ടന്റെ പ്രേമം. നായകന്റെ യാത്ര കാണിക്കുന്നതിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു എപ്പിസോഡ് തന്നെയാണത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് വേണ്ടത്ര സ്പേസ് ലഭിക്കുന്നില്ല. നായകനെ മോറലി ഒരു ഗ്രേ സോണിൽ നിർത്തുന്ന ഒരു ഏരിയ ഇതിന്റെ സ്ക്രിപ്റ്റിലുണ്ട്. അതായത് തങ്ങളുടെ കൂട്ടരല്ലാത്ത ആളുകളുടെ നേതാവ് കിട്ടനെ അവന്റെ കബഡി കളിയുടെ മെറിറ്റ് മാത്രം നോക്കി സപ്പോർട്ട് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. പക്ഷെ മൊത്തത്തിൽ സിനിമയുടെ കഥ നോക്കുമ്പോൾ രണ്ട് നേതാക്കളും ഈ ഒരു വിഷയത്തിൽ ഒരേ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒരർത്ഥത്തിൽ സ്പോർട്സിന് വിരുദ്ധ ചേരികളെയും ഒന്നിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് കാണിച്ചു തന്നതായിരിക്കണം അതിലൂടെ. പക്ഷെ ഇവിടെയും ഇതെല്ലാം പറയാൻ ഡയലോഗുകളെ സിനിമ ഒരു പരിധിക്ക് അപ്പുറം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പല സീനുകളുടെയും വിഷ്വൽ കൊറിയോഗ്രാഫി ഒരർത്ഥത്തിൽ മാരി സെൽവരാജിന്റെ തന്നെ ഫിലിമോഗ്രാഫിയുടെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു. പരിയേറും പെരുമാളിലെ കറുപ്പിക്കുണ്ടായ അനുഭവവും കർണനിലെ ബസ് സീക്വൻസും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന സീനുകൾ ഇവിടെയും വരുന്നുണ്ട്. ട്രിബ്യൂട്ട് ആയിട്ടോ കോൾ ബാക്ക് ആയിട്ടോ വെച്ചതാണെങ്കിലും എവിടെയൊക്കെയോ ഒരേ ട്രോപ്പ് തന്നെ ആവർത്തിക്കുന്നത് പോലെ തോന്നി. ഒരുപാട് കബഡി മത്സരങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റിംഗും എക്സിക്യൂഷനും വളരെയധികം മികച്ചു നിന്നു. നിവാസ് കെ പ്രസന്ന ഒരുക്കിയിട്ടുള്ള ട്രാക്കുകൾ വളരെ മികച്ചതായിരുന്നു. ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിന്നത് വേടൻ ആലപിച്ച റെക്ക റെക്ക എന്ന പാട്ടായിരുന്നു. വാനത്തി കിട്ടൻ എന്ന നായക കഥാപാത്രത്തെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ബോഡി ലാംഗ്വേജിനെ ധ്രുവ് വിക്രം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലൗഡായിട്ട് ഇമോഷൻ പ്രകടിപ്പിക്കുന്ന ഏരിയകൾ വളരെ ചുരുക്കം മാത്രമേ ഈ സിനിമയിലുള്ളൂ. ഭൂരിഭാഗം സ്ഥലത്തും വളരെ റിസ്ട്രെയിൻഡ് ആയിട്ട് വേണമായിരുന്നു ആ കഥാപാത്രത്തിന്റെ ഫീലിംഗ്സ് അവതരിപ്പിക്കാൻ. അത് പുള്ളി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പശുപതിയാണ് വേലുസ്വാമിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഭയത്തോടു കൂടിയ ഒരു അച്ഛന്റെ കൺസേണുകൾ പുള്ളി നല്ല രീതിയിൽ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. രജിഷ വിജയനാണ് കിട്ടന്റെ സഹോദരിയുടെ റോൾ ചെയ്തിട്ടുള്ളത്. രവീണ രവിയുടെ ഡബ്ബിങ്ങിന്റെ പിന്തുണയോടെ നല്ല രീതിയിൽ ആ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യാൻ രജിഷയ്ക്ക് സാധിക്കുന്നുണ്ട്. ലാലും അമീറുമാണ് ഇതിലെ രണ്ട് ഗ്രൂപ്പുകളുടെ തലവന്മാരുടെ റോളുകൾ ചെയ്തിട്ടുള്ളത്. അനുപമ പരമേശ്വരന്റെ ഈ സിനിമയിലെ റാണി എന്ന കഥാപാത്രവും അനുപമയുടെ പെർഫോമൻസും വളരെയധികം മികച്ചതാണ്. ശബ്ദം കേട്ടതിൽ നിന്ന് പുള്ളിക്കാരി തന്നെയാണ് ഡബ്ബ് ചെയ്തത് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതിലെ കാസ്റ്റിംഗ് ലേശം കുഴപ്പം പിടിച്ചതായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു വയസ്സിന്റെ വ്യത്യാസം മാത്രമുള്ള ഇവർ രണ്ടുപേരെയും ഒരുപാട് വയസ്സിന്റെ വ്യത്യാസമുള്ള, അതായത് ധ്രുവ് അനുപമയെ ചേച്ചിയായിട്ട് കാണണമെന്ന് കാണിച്ചുകൊണ്ടാണ് കഥ ഇതിലൊരു ഡ്രാമ സെറ്റ് ചെയ്യുന്നത്.
ഇല്ലാത്ത ഏജ് ഗ്യാപ്പ് ഇമാജിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടിന്റെ മുകളിൽ അനുപമ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഏട്ടനായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് കണ്ടാൽ പശുപതിയേക്കാൾ പ്രായം തോന്നുന്ന ഒരു നടനെയാണ്. അടിപൊളി പെർഫോമൻസ്, പക്ഷേ കാസ്റ്റിംഗ് പാളിപ്പോയി എന്ന് പറയുന്ന പോലത്തെ ഒരു സാഹചര്യമായിരുന്നു അത്. നായകന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മൊത്തത്തിലുള്ള ഫ്ലോയിൽ ഒരു കല്ലുകടിയാകുന്നുണ്ട്. സ്ക്രിപ്റ്റ് ലെവലിൽ വളരെയധികം എക്സ്റ്റൻസീവ് ആയിട്ടുള്ള വേൾഡ് ബിൽഡിംഗ് ഉള്ള ഒരു സിനിമയാണ് ബൈസൺ കാലമാടൻ. പ്രധാന ക്യാരക്ടറിന്റെ യാത്രയിലെ സ്ട്രഗിൾ മനസ്സിലാക്കാൻ ഓഡിയൻസിനെ ഈ ഒരു വേൾഡ് ബിൽഡിംഗ് സഹായിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ മെസ്സേജിങ് പല സ്ഥലത്തും കുറച്ചധികം ഓൺ യുവർ ഫേസ് ആണ്. അത് ഈ പ്രമേയം അർഹിക്കുന്ന സിനിമാറ്റിക് ഹൈ കുറയ്ക്കുന്നുണ്ട്. രാഷ്ട്രീയം പറയുന്ന സബ്ജക്റ്റുകൾ ഡയലോഗ് ഹെവി ആകുന്നതിനോട് നിങ്ങൾക്ക് വിയോജിപ്പില്ലെങ്കിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരുപാട് കാര്യങ്ങളുള്ള സിനിമയാണ് ബൈസൺ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്